മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനായിട്ടാണ്. സയൻറ്റിഫിക് ഓഫീസർ എക്സാമിനേഷൻ ബയോളജി 2020 ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ തവണ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. ഇത്തവണ ഫഞ്ചിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട പാഠ്യഭാഗങ്ങളും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇത് ഈ എക്സാമിന് മാത്രമല്ല, ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഫംഗൽ സെൽ വാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് സെല്ലുലോസ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കൈറ്റിൻ ആണ്. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫഞ്ചി ആർ ഓൾവേസ് ഡാഷ് ഓട്ടോട്രോപ്സ്, ഹെട്രോട്രോപ്സ്, പാരസൈറ്റ്സ്, സാപ്രോഫൈറ്റ്സ്. ഓട്ടോട്രോപ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, സ്വന്തമായിട്ട് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നവരെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് അല്ലേ. ഹെട്രോട്രോപ്സ് എന്ന് വെച്ചാൽ അവർ വേണേൽ പാരസൈറ്റിക് ആവാം, സാപ്രോഫൈറ്റിക് ആവാം. അവർ മറ്റ് ഓർഗാനിസംസിനെ ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നവരാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പാരസൈറ്റ്സ് അറിയാം, ജീവനുള്ളവരെ ജീവനുള്ളവയെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്ന് ഫുഡ് കണ്ടെത്തുന്നവരാണ്. ഡീകമ്പോസേഴ്സ് ഒക്കെ എന്താണ്, സാപ്രോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഫഞ്ചി എപ്പോഴും എന്തായിരിക്കും, ഹെട്രോട്രോഫിക് ആയിരിക്കും. അവരൊരിക്കലും ഓട്ടോട്രോഫ് ആവത്തില്ല, കാരണം അവയ്ക്ക് ക്ലോറോഫില്ലോ അങ്ങനെയൊന്നും ഇല്ല, പിഗ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് അത് ഹെട്രോട്രോഫിക് ആയിരിക്കും. അത് വേണമെങ്കിൽ ചിലർ പാരസൈറ്റിക് ആയിരിക്കും, ചിലർ സാപ്രോഫൈറ്റിക് ആയിരിക്കും. പക്ഷേ എല്ലാ ഫഞ്ചിയും എപ്പോഴും ഹെട്രോട്രോഫിക് ആയിരിക്കും. ഓക്കെ. ദെൻ ദ കോമൺ ഫുഡ് സ്റ്റോർഡ് ഇൻ ഫഞ്ചി. ആൻസർ എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ് ആൻസർ. സ്റ്റാർച്ചോ ഓയിലോ ഫാറ്റോ ഒന്നുമല്ല, ഗ്ലൈക്കോജൻ ആണ് ഫഞ്ചയിലുള്ള സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ. ദ ടാക്സ ഹാവിങ് ദ എൻഡിങ് മൈസെറ്റ്സ് ഈസ് ഡാഷ്. ഈ എപ്പോഴാണ് മൈസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നത്? ഒരു ടാക്സ മൈസെറ്റ്സ് എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് ഡിവിഷൻ ആകുമ്പോഴാണോ, സബ് ഡിവിഷൻ ആകുമ്പോഴാണോ, ക്ലാസ് ആണോ, ഓർഡർ ആണോ? ആൻസർ എന്ന് പറയുന്നത് ക്ലാസ് ആണ്. മൈക്കോട്ട എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ബെസിഡിയോ മൈക്കോട്ട അങ്ങനെ ഒക്കെ പറഞ്ഞ് എൻഡ് ചെയ്യുന്നത് എന്താണ്? ഡിവിഷനാണ്. മൈക്കോട്ടിന എന്ന് പറയുന്നത് എൻഡ് ചെയ്തത് സബ് ഡിവിഷനാണ്. ഓക്കെ. ക്ലാസ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മൈസെറ്റ്സിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വെജിറ്റേറ്റീവ് താലസ് ഈസ് എസെപ്റ്റേറ്റ് ആൻഡ് മൾട്ടിന്യൂക്ലിയേറ്റ് ഇൻ ആസ്പെർജിലസ്, പക്സീനിയ, സിസ്റ്റോപ്പസ് ഓർ ആൽബുക്കോ, പക്സീനിയ. ഇതിൽ ഏതിൻ്റെ വെജിറ്റേറ്റീവ് താലസ് ആണ് എസെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് വോളില്ലാത്തത്, മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സീനോസിറ്റിക് കണ്ടീഷനിലുള്ള വെജിറ്റേറ്റീവ് താലസ് ഇക്കൂട്ടത്തിൽ ഏതിനാണുള്ളത് എന്ന് ചോദിച്ചാൽ ഏതിനാണ്? ആൽബുക്കോ അല്ലെങ്കിൽ സിസ്റ്റോപ്പസിനാണ് ഉള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആൽബുക്കോ കാൻഡിഡ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്, ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്, ദെൻ ഫാക്കൾട്ടേറ്റീവ് സാപ്രോഫൈറ്റ്, ദെൻ ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ്. വാട്ട് ഈസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് വെച്ചാൽ അവർക്ക് എന്താണ്, അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ പാരസൈറ്റായിട്ട് മാത്രമേ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ അവർക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. അതാണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ അവർ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്ന് മാത്രമേ അവർക്ക് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അവർക്കൊരിക്കലും ജീവനുള്ള ഒരു വസ്തുവിൽ നിന്നോ ഒരു ചെടിയിൽ നിന്നോ ഒരു ആനിമലിൽ നിന്നോ അവർക്ക് ഫുഡ് കണ്ടെത്താൻ സാധിക്കത്തില്ല. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്ന് മാത്രമേ അവർക്ക് ഫുഡ് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതാണ് ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഫാക്കൾട്ടേറ്റീവ് സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ അവർ ശരിക്കും അവരെന്തായിരിക്കും, പാരസൈറ്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ. പക്ഷേ അവർക്ക് സാപ്രോഫൈറ്റായിട്ട് മാറാനും അവർക്ക് ലൈഫിൽ സാധിക്കും. ചില കണ്ടീഷൻസിലൊക്കെ അവർക്ക് ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നും അവർക്ക് ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് ഫാക്കൾട്ടേറ്റീവ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ്? ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ് എന്ന് വെച്ചാൽ അവർ നോർമലി അവരെന്തായിരിക്കും, സാപ്രോഫൈറ്റ് ആയിരിക്കും. ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നായിരിക്കും അവർ ഫുഡ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അവർക്ക് ലൈഫിൽ പാരസൈറ്റായിട്ട് ജീവിക്കാനുള്ള കഴിവുമുണ്ട്. അതാണ് ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൽബുക്കോ കാൻഡിഡ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഓക്കെ. ദെൻ അസ്കോജിനസ് ഹൈഫേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്ലോയിഡ് ആൻഡ് മോണോകാരിയോട്ടിക് ആയിരിക്കുമോ, ഡിപ്ലോയിഡ് ആൻഡ് മോണോകാരിയോട്ടിക് ആയിരിക്കുമോ, ഹാപ്ലോയിഡ് ആൻഡ് ഡൈകാരിയോട്ടിക് ആയിരിക്കുമോ, ഡിപ്ലോയിഡ് ആൻഡ് ഡൈകാരിയോട്ടിക് ആയിരിക്കുമോ?
ആൻസർ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആൻഡ് ഡൈകാരിയോട്ടിക് ആണ്. അസ്കോജീനസ് ഹൈഫ എന്ന് പറയുന്നത് ഈ അസ്കോമൈസെറ്റ്സിനകത്ത് വരുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ നിന്നാണ് പിന്നീട് അസ്കോ കാർപ്പും അവയുടെ ഫ്രൂട്ടിംഗ് ബോഡീസൊക്കെ ഫോം ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് ഡൈകാരിയോട്ടൈസേഷനൊക്കെ നടന്നിട്ട് 2 ന്യൂക്ലിയൊക്കെ ഒരു സെല്ലിൽ കാണപ്പെടും. അതുകൊണ്ട് തന്നെ അവർ ഡൈകാരിയോട്ടിക് ആയിരിക്കും ആ ഒരു കണ്ടീഷനിൽ. അതുപോലെ തന്നെ ഡിപ്ലോയിഡ് കണ്ടീഷനും ആയിരിക്കും. 2 സെല്ലിൽ നിന്നുള്ള ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് തന്നെ അവയുടെ ക്രോമസോം നമ്പർ ഇരട്ടിയായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഡിപ്ലോയിഡ് ആൻഡ് ഡൈകാരിയോട്ടിക് കണ്ടീഷൻ ആയിരിക്കും അസ്കോജീനസ് ഹൈഫയിൽ കാണപ്പെടുന്നത്. ഓക്കെ, എ ക്ലോസ്ഡ് അസ്കോകാർപ്പ് ഈസ് നെയിംഡ് ആസ്. അതുപോലെ തന്നെ അസ്കോമൈസെറ്റ്സിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് പെരിത്തീഷ്യം, അപ്പോത്തീഷ്യം, ക്ലീസ്റ്റോത്തീഷ്യം, ഹൈപ്പോത്തീഷ്യം എന്നൊക്കെ പറയുന്നത്. അക്കൂട്ടത്തിൽ കുറേ എണ്ണം ഓപ്പൺ ആയിരിക്കും, കുറച്ചെണ്ണം 1-2 എണ്ണം ക്ലോസ്ഡ് ആയിരിക്കും. അതിൽ ക്ലോസ്ഡ് അസ്കോകാർപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്ലീസ്റ്റോത്തീഷ്യമാണ്. ക്ലീസ്റ്റോത്തീഷ്യം എന്ന് പറയുന്നത് ക്ലോസ്ഡ് അസ്കോകാർപ്പാണ്. ഓക്കെ, then yeast is an important source of sugars, proteins, vitamins, riboflavin. ഇതെല്ലാവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. ഈസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് സോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി ആയിട്ടുള്ള റിബോഫ്ലേവിനും ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ടുള്ളത് കുറച്ചുകൂടെ പ്രോട്ടീൻ ആയതുകൊണ്ടാണ് ഇവിടെ പ്രോട്ടീൻ എടുത്തേക്കുന്നത്. ഓക്കെ, then fermentation of sugar occurs by Mucor, Saccharomyces, Aspergillus, Penicillium. ആൻസർ ഏതാണ്? സക്കാറോമൈസസ് അല്ലെങ്കിൽ ഈസ്റ്റ് ആണ് ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഈ ഡൈകാരിയോൺ ഈസ് ഫോംഡ് വെൻ. എപ്പോഴാണ് ഒരു ഡൈകാരിയോൺ ഫോം ചെയ്യുന്നത്? ഡൈകാരിയോൺ എന്ന് വെച്ചാൽ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് കാണുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഡൈകാരിയോൺ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇങ്ങനെ ഡൈകാരിയോൺസ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മിയോസിസ് അറസ്റ്റ് ആകുമ്പോഴാണോ, അല്ലെങ്കിൽ ദ 2 ഹാപ്ലോയിഡ് സെൽസ് ഡു നോട്ട് ഫ്യൂസ് ഇമ്മീഡിയറ്റ്ലി. 2 ഹാപ്ലോയിഡ് സെൽസ് പെട്ടെന്ന് ഫ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം നോട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയ. സൈറ്റോപ്ലാസത്തിൻ്റെ ഫ്യൂഷൻ നടന്നു, പക്ഷേ ന്യൂക്ലിയയുടെ ഫ്യൂഷൻ തൊട്ട് പുറകെ നടന്നില്ല. അങ്ങനത്തെ കണ്ടീഷനാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. കാരണം 2 സെൽസിൻ്റെ തമ്മിലുള്ള അവരുടെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്തു, പക്ഷേ അവർ തമ്മിലുള്ള 2 സെല്ലിൻ്റെ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യാതെ ഒരു സെല്ലിനകത്ത് തന്നെ 2 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യാതെ പെയർ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനത്തെ കണ്ടീഷന് പറയുന്ന പേരാണ് ഡൈകാരിയോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫഞ്ചൈ ക്യാൻ ബി സ്റ്റെയിൻഡ് ബൈ സഫ്രാനിൻ, കോട്ടൺ ബ്ലൂ, ലാക്ടോഫീനോൾ, ഗ്ലിസറിൻ. ആൻസർ എന്ന് പറയുന്നത് കോട്ടൺ ബ്ലൂ ആണ്. ഓക്കെ, ദ ഫഞ്ചൈ ദാറ്റ് ഗ്രോ ഓൺ ഡങ്, കോപ്രോഫിലസ് ഫഞ്ചൈ, ടെറിക്കോളസ് ഫഞ്ചൈ, സാക്സിക്കോളസ് ഫഞ്ചൈ, സൈലോഫൈലസ്. ഇതിലേതാണ് ഡങ് ലവിങ് ആയിട്ടുള്ള ഫംഗൈ എന്ന് ചോദിച്ചാൽ കോപ്രോഫിലസ് ഫംഗൈയാണ്. ടെറിക്കോളസ് എന്ന് വെച്ചാൽ ഡെസേർട്ട് ഫഞ്ചൈയാണ്. സാക്സിക്കോളസ് എന്ന് വെച്ചാൽ ഈ റോക്കിലും ഒക്കെ കാണപ്പെടുന്ന ഫഞ്ചൈയാണ് സാക്സിക്കോളസ് എന്ന് പറയുന്നത്. ദെൻ സൈലോഫൈലസ് എന്ന് പറയുന്ന ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ വുഡിൽ കാണപ്പെടുന്ന ഫഞ്ചൈയാണ് സൈലോഫൈലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡങ്ങിൽ കാണപ്പെടുന്ന ഫംഗൈക്ക് പറയുന്ന പേരാണ് കോപ്രോഫൈലസ് ഫംഗൈ. ഓക്കെ, then ergot is caused by Rhizopus, Claviceps, Albugo, Saccharomyces. എർഗോട്ട് എന്ന് പറയുന്നത് ഈ വീറ്റിലൊക്കെ ഉണ്ടാവുന്ന ഒരുതരം ഡിസീസാണ്. അത് കോസ് ചെയ്യുന്നത് ക്ലാവിസെപ്സ് പർപ്യൂറേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗസ് ആണ്. ഓക്കെ, ദെൻ അഫ്ലാടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൽഗെ, ഫഞ്ചൈ, ബാക്ടീരിയ, വൈറസ്. ആൻസർ എന്ന് പറയുന്നത് ഫംഗൈ ആണ്. മെയിനായിട്ടും ആസ്പെർജില്ലസിൻ്റെ ചില സ്പീഷീസസ് ആണ് ഈ അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ക്യാൻസർ കോസിങ് വരെ ആവാം. ഓക്കെ, then next question, in parasitic fungi a globular or hook-like structure is formed at the point of contact with the host, that is known as holdfast, hostoria, aprisorium and hook. Answer എന്ന് പറയുന്നത് aprisorium ആണ്. Okay, the term fungus was coined by Gaspard Boehm, D. Barry, E. J. Butler, then Sadashivan. Answer എന്ന് പറയുന്നത് Gaspard Boehm ആണ്. Okay, then 18th question, who among the following is given the honor of father of mycology? Micheli ആണ് father of mycology. father of modern mycology അല്ലെങ്കിൽ father of plant pathologyയുടെ ഫാദർ എന്ന് പറയുന്നത് ഡി ബാരി ആണ്. ഓക്കെ, തെറ്റിപ്പോരുത്. father of mycology മിഖേലി, father of modern mycology ഡി ബാരി. then which one is laboratory weed? ലാബോറട്ടറിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫംഗസ് എന്ന് വെച്ചാൽ ആസ്പെർജില്ലസ് ആണ്. ഓക്കെ,
Then thick-walled asexual spores formed by rhizopus are aplanospores, actinides, plasmospores, chlamydospores. Answer chlamydospores ആണ്. അവരവിടെ അൺഫേവറബിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടീഷൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തിക്ക് വോൾഡ് ആയിട്ടുള്ള സ്പോർസ് ആണ് ക്ലാമിഡോസ്പോർസ്. Next, in ectomycorrhizae, the fungus is generally Ascomycetes, Basidiomycete, Zygomycete, Phycomycete. First of all, what is mycorrhiza? Mycorrhiza എന്ന് വെച്ചാൽ ഫംഗസും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. എക്ടോമൈക്കോറൈസ ഉണ്ട്, എൻറ്റോമൈക്കോറൈസ ഉണ്ട്, എക്ടെൻറ്റോമൈക്കോറൈസ ഒക്കെ ഉണ്ട്. എന്താണ് എക്ടോമൈക്കോറൈസ എന്ന് ചോദിച്ചാൽ ആ റൂട്ടിൻ്റെ പുറം ഭാഗത്തായിരിക്കും കൂടുതലായിട്ടും ഈ ഫംഗസ് കോളനൈസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ അകത്തോട്ട് ടിഷ്യൂലോട്ടൊന്നും കാണത്തില്ല. പുറം ഭാഗത്തായിരിക്കും അതിൻ്റെ മൈസീലിയൊക്കെ കോളനൈസ് ചെയ്തിട്ടുണ്ടാവുന്നത്. അങ്ങനെയുള്ള ഫംഗസ് ഏതാണെന്ന് ചോദിച്ചാൽ ബെസിഡിയോമൈസെറ്റ്സ് ആണ് കൂടുതലായിട്ടും എക്ടോമൈക്കോറൈസയിൽ കാണപ്പെടുന്നത്. എൻറ്റോമൈക്കോറൈസയിലും ഉണ്ട്, പക്ഷേ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇതാണ്. ഓക്കെ. Then Fleming discovered penicillin from Penicillium notatum, Penicillium chrysogenum, Penicillium roqueforti, Penicillium camemberti. Answer എന്ന് പറയുന്നത് Penicillium notatum ആണ്. ഓക്കെ. Then Amanita is a poisonous fungi. Is mushroom, is a bracket fungi, is a toadstool or is a puffball. Answer എന്ന് പറയുന്നത് toadstool ആണ്. toadstool എന്ന് വെച്ചാൽ ഒരു സ്റ്റൂള് പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്റ്റെം എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. അതിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ട് ഷേപ്പിൽ ക്യാപ്പ് ഇരിക്കും. ആ ഒരു ഷേപ്പിനാണ് ടോഡ്സ്റ്റൂൾ എന്ന് പറയുന്നത്. ആ ഷേപ്പിലുള്ളതാണ് അമാനിറ്റ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഫഞ്ചി അല്ല, പഫ് ബോളും അല്ല, മഷ്റൂമും അല്ല. അമാനിറ്റ എന്ന് പറയുന്ന ആ പോയിസണസ് ഫംഗി എന്താണ്? ടോഡ്സ്റ്റൂളാണ്. ഓക്കെ. Then a crustose lichen is a Graphis, Parmelia, Cladonia, Asnia. ഇവിടെ ക്രസ്റ്റോസ് എന്ന് വെച്ചാൽ ആ ഒരു ഏത് സർഫസിലാണോ ലൈക്കൺ ഇരിക്കുന്നത് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് അവരുടെ എൻ്റെ ബോഡി ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് ക്രസ്റ്റോസ് ലൈക്കൺ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ഏതാണ് ക്രസ്റ്റോസ് ലൈക്കൺ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഗ്രാഫിസ് ആണ്. ഓക്കെ. ഫോളിയോസ് ലൈക്കൺ ആണ് പാർമേലിയ, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ആണ് ക്ലാഡോണിയം, അസ്നിയം. ഒക്കെ മനസ്സിലായല്ലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എഡിബിൾ ഫംഗസ്? നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫംഗസ് കൂട്ടത്തിൽ ഏതാണ്? മ്യൂക്കർ, റൈസോപ്പസ്, പെൻസിലിയം, അഗാരിക്കസ്. ആൻസർ എന്ന് പറയുന്നത് അഗാരിക്കസ് ആണ്. അതുപോലെ പ്ലൂറോട്ടസ് എന്ന് പറയുന്ന ഒരു ആൽഗയുണ്ട്, ഫംഗസ് ഉണ്ട്, അതും നമുക്ക് കഴിക്കാനായിട്ടൊക്കെ സാധിക്കും. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസീസ് കോസ്ഡ് ബൈ ഫംഗി? ഈ കൂട്ടത്തിൽ ഏതാണ് ഫംഗൈ കോസ് ചെയ്ത് ഡിസീസ്? ആൻസർ സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, ക്യാൻസർ, ബ്ലാക്ക് റസ്റ്റ് ഓഫ് വീറ്റ്. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറൽ ഡിസീസാണ്. ദെൻ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ക്യാൻസർ എന്ന് പറയുന്നത് അത് ഏത് വിധേനയും ഉണ്ടാകും, പക്ഷേ ഫംഗൈ കൊണ്ടുണ്ടാവാറില്ല സാധാരണ. പിന്നെ ബ്ലാക്ക് റസ്റ്റ് ഓഫ് വീറ്റ് ആണ് ഇവിടെ ഫംഗൽ കൊണ്ടുണ്ടാവുന്നത്. മെയിനായിട്ടും പക്സീനിയ ഗ്രാമിനിസ് കൊണ്ടുണ്ടാവുന്ന ഒരു രോഗമാണ് ഈ ബ്ലാക്ക് റസ്റ്റ് എന്ന് പറയുന്നത്. അത് വീറ്റിൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. ഹ്യൂമൻസിൽ പ്രധാനമായിട്ടും കാൻഡിഡിയാസിസ്, അതുപോലെ തന്നെ അസ്പെർജില്ലോസിസ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസസ് എന്ന് പറയുന്നത്. Then zygospore of mucor or rhizopus germinated to form mycelium, promycelium hyphae germ tube. ആൻസർ പ്രോമൈസീലിയം ആണ്. സൈഗോസ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാക്കുന്നത് പ്രോമൈസീലിയത്തെയാണ്. ഓക്കെ. The bread mold Rhizopus stolonifer belonging to which of the following fungal division? ഇതിൽ ഏത് ഫംഗൽ ഡിവിഷനിലാണ് റൈസോപ്പസ് വരുന്നത്? ഏതാണ്? സൈഗോമൈക്കോട്ടയിലാണ് വരുന്നത്. ഓക്കെ. ദ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് മഷ്റൂം ഈസ് കോൾഡ് സോറോകാർപ്പ്, ബെസിഡിയോകാർപ്പ്, അസ്കോകാർപ്പ്, പ്ലാസ്മോഡിയോകാർപ്പ്. ഏതാണ്? മഷ്റൂമിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ബെസിഡിയോകാർപ്പാണ്. ബെസിഡിയോമൈക്കോട്ടിനയിൽ ഉൾപ്പെടുന്ന ഫംഗസിനെയാണ് നമ്മൾ സാധാരണ മഷ്റൂം എന്ന് പറയുന്നത്. അവയുടെ ഫ്രൂട്ടിംഗ് ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ ബെസിഡിയോകാർപ്പാണ്. ഓക്കെ. ദെൻ ഫംഗൈ ആർ ഇമ്പോർട്ടൻറ്റ് ടു ഫുഡ് വെബ്സ് ബിക്കോസ് എപ്പോഴാണ് ഫംഗൈ നമ്മുടെ ഫുഡ് വെബിന് നമ്മുടെ ഫുഡ് ചെയിനിന് ഇമ്പോർട്ടൻ്റ് ആവുന്ന എപ്പോഴാണ്? ദേ ആർ ഫോട്ടോ ഓട്ടോട്രോപ്സ്, ദേ ആർ പ്രോകാരിയോട്ടിക് സെൽ സ്ട്രക്ചർ, ദേ save as decomposers of dead organic matters, they generate antibiotics that kill competing plants and animals. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. ദേ ആർ സേവ് ആസ് എ കീ ഡീകമ്പോസേഴ്സ് ഓഫ് ഡെഡ് ഓർഗാനിക് മാറ്റർ. ഓക്കെ. ദെൻ ഡാഷ് പ്രൊഡ്യൂസ് മോട്ടൈൽ സെക്ഷൽ ആൻഡ് അസെക്ഷൽ സ്പോർസ്. ആൻസർ എന്ന് പറയുന്നത് വാട്ടർ മോൾസ് അല്ലെങ്കിൽ മാസ്റ്റിഗോമൈക്കോട്ടിനെയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. Then fungi in the division Diptera-mycota are characterized by the fact that they only reproduce sexually.
They form sexual spores called dipterospores. They are incapable of sexual reproduction. Then a method of sexual reproduction has not been identified. ആൻസർ എന്ന് പറയുന്നത് അവയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യൂട്ടറോമൈക്കോട്ടെ പറയുന്നത് ഫംഗൈ ഇൻപെർഫെക്റ്റ് എന്നാണ്. ഓക്കെ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവയെ പറയുന്നതെന്ന് വെച്ചാൽ അവയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, then dash produce ascospores in an ascus. അസ്കോസ്പോർസ് അസ്കസിനകത്ത് ഉണ്ടാക്കുന്നത് ആരാണ്? സ്ലൈമോഡ്സ് ആണോ, ഡൈമോർഫിക് ഫഞ്ചി ആണോ, ക്ലബ് ഫഞ്ചി ആണോ, സാക് ഫഞ്ചി ആണോ? ആൻസർ സാക് ഫഞ്ചി അഥവാ അസ്കോമൈക്കോട്ടേനെയാണ്. ഓക്കെ, ദെൻ മഷ്റൂംസ് ആർ ക്ലാസിഫൈഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവിഷൻ? ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഏതാണ്? ബെസിഡിയോ മൈക്കോട്ട എന്ന് പറയുന്ന ഡിവിഷനിലാണ് മഷ്റൂംസ് വരുന്നത്. ഓക്കെ, നെയിം ഓഫ് ദി എസെക്ഷൽ പോർ, ഇതിനകത്ത് ഏതാണ് എസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത്? കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ്, ആർത്രോസ്പോസ്, ഓൾ ഓഫ് ദിസ്, ഇതെല്ലാം തന്നെ എസെക്ഷൽ സ്പോർസിൻ്റെ പേരുകളാണ്. ഓക്കെ, ദെൻ ദിസ് ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് പത്തോളജിക്കൽ ഫംഗൈ. ഇതിലേതാണ് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഫംഗൈ വരുന്ന ഗ്രൂപ്പ് ഏതാണ്? പെൻസിലിയം, ട്രഫിൾസ്, മഷ്റൂംസ് ആൻഡ് മോറൽസ്, സ്മട്സ്, റസ്റ്റ് ആൻഡ് മോൾസ്, ഓൾ ഓഫ് ദി അബോവ്. ആൻസർ എന്ന് പറയുന്നത് സ്മട്സ്, റസ്റ്റ് ആൻഡ് മോൾസ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിസീസസിൻ്റെ പേരാണ് സ്മട്ട്, റസ്റ്റ്, മോൾസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സ്പെഷ്യൽ ഹൈഫൽ ടിപ്പ് ത്രൂ വിച്ച് പാരസിറ്റിക് ഫംഗൈ അബ്സോർബ്സ് ന്യൂട്രിയൻസ് ഡയറക്ട്ലി ഫ്രം ദ സൈറ്റോപ്ലാസം ഓഫ് ദി ലിവിങ് ഹോസ്റ്റ്? മിക്ക പാരസിറ്റിക് ഫംഗൈയിലും കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റം ഹൈഫൽ ടിപ്പ് ഈ ഹോസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് അവയുടെ സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെയൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള പാരസിറ്റിക് ഫംഗൈസ് അവർ ജീവിക്കുന്നത്. ആ ഒരു ഓർഗന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു സ്ട്രക്ചർ ഹോസ്റ്റോറിയാണോ, മൈൽഡ്യൂ, കൺസ്ട്രിക്ഷൻ റിംഗ്, ഓൾ ഓഫ് ദി അബോവ്? ആൻസർ എന്ന് പറയുന്നത് ഹോസ്റ്റോറിയാണ്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് എൻറ്റിറ്റീസ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി SO2 പൊല്യൂഷൻ ഓഫ് എയർ? പഫ് ബോൾസ്, മഷ്റൂംസ്, മോസസ്, ലൈക്കൺസ്. മലിനീകരണത്തിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൽ ആരെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ലൈക്കണിനെയാണ് യൂസ് ചെയ്യുന്നത്, SO2 പൊല്യൂഷൻ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫംഗൈ ലാക്ക് ഫ്ലജെല്ല? ഫ്ലജെല്ല ഇല്ലാത്ത ഗ്രൂപ്പ് ഇതിൽ ഏതാണ്? മാസ്റ്റിഗോമൈക്കോട്ട, എമാസ്റ്റിഗോമൈക്കോട്ട, ജിംനോമൈക്കോട്ട, ബെസിഡിയോമൈസെറ്റ്സ്. ആൻസർ എമാസ്റ്റിഗോമൈക്കോട്ടയാണ്. മാസ്റ്റിഗോമൈക്കോട്ടയിലൊക്കെ ആണെങ്കിൽ ഈ ഫ്ലജെല്ല കാണും. ഓക്കെ, which is the best pH level for the growth of fungi? pH 4 to 6 ആണ് ഫംഗൈക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല pH ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും. അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്കിങ്ങനെ നോട്ട്സായിട്ട് പഠിക്കുന്നതാണെങ്കിൽ ഞാൻ ഈസി ആയിട്ട് 3 ഹെഡിങ്ങിൽ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഫംഗൈ ആൻഡ് ദെയർ കോമൺ നെയിംസ് ആണ്. ഇത് ഒരുപാടുണ്ട്, പക്ഷേ ഇതിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. കാരണം ഞാൻ ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മാത്രം ഓർത്തിരുന്നാലും മതി. അതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. മിക്സോ മൈക്കോട്ടയെ സ്ലൈമോൾസ് എന്ന് പറയും. മാസ്റ്റിക്കോ മൈക്കോട്ടിനെ വാട്ടർ മോൾസ് എന്ന് പറയും. പ്രധാനമായിട്ടും അതിനകത്തുള്ള സാപ്രോലെക്നിയ എന്ന് പറയുന്ന ഒരു ഫംഗസിനെയാണ് വാട്ടർ മോൾഡ് എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ റൈസോപ്പസിനെയാണ് ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത്. അസ്കോമൈക്കോട്ടിനെ സാക്ക് ഫംഗൈ എന്ന് പറയും കോമൺലി. ദെൻ പെൻസിലിയം ഗ്രീൻ മോൾഡ് അല്ലെങ്കിൽ ബ്ലൂ മോൾഡ്. ദെൻ ക്ലാവിസെപ്സിനെ എർഗോട്ട് ഫംഗസ്, അതായത് എർഗോട്ട് എന്ന് പറയുന്ന ഡിസീസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ എർഗോട്ട് ഫംഗസ് എന്ന് പറയുന്നു. പെസൈസ് അതിൻ്റെ ആ ഷേപ്പ് കൊണ്ട് തന്നെ കപ്പ് ഫംഗസ് എന്നാണ് പറയുന്നത്. മോർച്ചെല്ല അല്ലെങ്കിൽ സ്പോഞ്ച് മഷ്റൂം എന്ന് പറയും. ഓക്കെ, ദെൻ പൈലോബോളസ് എന്ന് പറഞ്ഞാൽ ഹാറ്റ് ത്രോവൺ ഫംഗസ് ആണ്. അവയുടെ ആ സ്പോറിൻ്റെ ആ ഒരു റിലീസിൻ്റെ സമയത്ത് അവരുടെ തൊപ്പി പോലൊരു സാധനമുണ്ട്, അതിങ്ങനെ തെറിച്ചു പോകുന്നതുകൊണ്ട് ആ ഒരു മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാറ്റ് ത്രോവൺ ഫംഗസ് എന്ന് പറയുന്നത്. ദെൻ ബെസിഡിയോമൈക്കോട്ടിന എന്ന് പറയുന്ന ആ ഒരു സബ് ഡിവിഷനെ മൊത്തത്തിൽ കുറേ പേരുകളുണ്ട് അതിനകത്ത്. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് ഈ മഷ്റൂംസ്, ടോഡ് സ്റ്റൂൾസ്, പഫ് ബോൾസ്, സ്റ്റിംഗ് ഹോൺസ്, ഷെൽ ഫംഗൈ, ബ്രാക്കറ്റ് ഫംഗൈ, റെസ്റ്റസ്, മട്ടൺ എന്നൊക്കെ പറയുന്ന ഫംഗസ് എല്ലാം കൂടി ഉൾപ്പെടുന്ന വലിയൊരു ഡിവിഷനാണ് എന്തെന്ന് പറയുന്നത് ബെസിഡിയോമൈക്കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പക്സീനിയ റസ്റ്റ് ഫംഗൈ, ഉസ്റ്റിലാഗോ സ്മട്ട് ഫംഗൈ, അഗാരിക്കസ് ഫീൽഡ് മഷ്റൂം, ദെൻ സൈലേറിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡ് മാൻസ് ഫിംഗേഴ്സ് എന്നാണ് പറയുന്നത്. ഡെഡ് മാൻ ഫിംഗേഴ്സ് അവയുടെ നിൽക്കുന്ന കണ്ടാൽ ഡെഡ് മാൻസ് ഫിംഗേഴ്സ് പോലെ ഉള്ളത് കൊണ്ടാണ് അതിന് പറയുന്നത്. ദെൻ ലൈക്കോപെഡൻ പഫ് ബോൾ,
then Geostrum, earth star, Cyathus, bird nest fungi, then Deuteromycotina, fungi imperfecta, Collectotrichium, Anthracnose. ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. then fungi and their reproductive structures. ഫഞ്ചയും അവയിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഇതും എല്ലാം ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് മാത്രം നോക്കിയാലും മതിയാവും. ഓക്കെ, മിക്സോമൈക്കോട്ടിനയിൽ കാണപ്പെടുന്നതാണ് സൂസ്പോർസ്, പ്ലാസ്മോഡിയ കാർപ്പ്, എയ്ത്താലിയ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇതെല്ലാം ഓരോ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സാണ്. അതെ, സെക്ഷലും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, യു മൈക്കോട്ട അതിനകത്ത് വരുന്നതാണ് ഒയിഡിയ, കൊണീഡിയ, എസർബുലസ്, പിഗ്നിഡിയ, സ്പോറോഡോക്കിയ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഗോമൈക്കോട്ടിനയിൽ സൈഗോസ്പോറ്, എപ്ലാനോസ്പോസ്. എസ്കോമൈക്കോട്ടിനയിൽ വരുന്നതാണ് നോൺ മോട്ടൈൽ ആയിട്ടുള്ള കൊണീഡിയാസ്, അർക്കോസ്പോസ് ഉണ്ടാവുന്നത് ഈ അസ്കോ കാർപ്പിനുള്ളിലാണ്. 8 അസ്കോസ്പോർസ് ആണ് ഒരു അസൈൽക്കകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ഹെമി അസ്കോമൈസസിനകത്ത് അസ്കോ കാർപ്പേ ഇല്ല, ഈസ്റ്റ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ലോക്കുലോ അസ്കോമൈസസിനകത്ത് വരുന്നതാണ് അസ്കോസ്ട്രോമ എന്ന് പറയുന്നത്, അതും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അസ്കോ കാർപ്പാണ്. ഓക്കെ, ദെൻ പ്ലറ്റോമൈസറ്റ്സ് എന്ന് പറയുന്നത് ക്ലീസ്റ്റോത്തീഷ്യമാണ്. അതുമ്പോൾ നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ആയിട്ടുള്ള അസ്കോ കാർപ്പാണ്. ആസ്പെർജിലസും പെൻസിലിയത്തിനകത്തൊക്കെയാണ് വരുന്നത്. ദെൻ ലേബൽ ബെനിയോമൈസറ്റ്സ് അത് പെരിത്തീഷ്യം ആണ്. ദെൻ പൈറിനോമൈസറ്റ്സും പെരിത്തീഷ്യമാണ്, സൈലേറിയയിലൊക്കെയാണ് കാണപ്പെടുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസ്കോമൈസറ്റ്സ് അപ്പോത്തീഷ്യ, അത് പെസൈസയിലാണ് ഉണ്ടാകുന്നത്. ദെൻ ബെസിഡിയോ മൈക്കോട്ടിനയിൽ ബെസിഡിയോ കാർപ്പ്, അത് അഗാരിക്കസ് പഫ് ബോളൊക്കെയാണ് ഈ ബെസിഡിയോ മൈക്കോട്ടിനയിൽ വരുന്ന സാധനങ്ങൾ. അതിനകത്തൊക്കെ ബെസിഡിയോ കാർപ്പാണ് ഉണ്ടാകുന്നത്. നമ്മൾ കോമൺലി കാണുന്ന മഷ്റൂം എന്ന് പറയുന്നത് ബെസിഡിയോ കാർപ്പാണ്. ഓക്കെ, ദെൻ ഡ്യൂട്രോമൈക്കോട്ടിന കൊണിഡിയ, പിഗ്നിഡിയം, എസർവുലസ് ആണ്. അതിനകത്ത് സെക്ഷൽ സ്പോർസ് ഉണ്ടാവാറില്ല. ഓക്കെ, പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടേംസ് ആണ് ഫംഗസിനകത്തുള്ളത്. ഒരുപാടുണ്ട്, എനിക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നിയ 4 ടേംസ് ആണിത്. ഫസ്റ്റ് സ്ക്ലീറോഷ്യ. വാട്ട് ഈസ് സ്ക്ലീറോട്ടിയ അല്ലെങ്കിൽ സ്ക്ലീറോഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പാക്റ്റ് മാസ് ഓഫ് ഹാർഡൻഡ് ഫംഗൽ മൈസീലിയം കണ്ടെയ്നിങ് ഫുഡ് റിസർവ്സ്. ഇത് നമ്മുടെ ഈ സെല്ലിൻ്റെ ഒക്കെ അകത്ത് ഇവയുടെ ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് കോമ്പാക്റ്റ് മാസായിട്ടിരിക്കും. ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു ഫംഗൽ മൈസീലിയമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്തുള്ളിൽ ഇവർക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് റിസർവ്സ് ഒക്കെ കാണും. എന്തിനു വേണ്ടിയിട്ടാണ്? അൺഫേവറബിൾ കണ്ടീഷനെ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനൊരു സ്ട്രക്ചർ സ്വീകരിച്ചേക്കുന്നത്. ഇനി ഇത് ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴത്തേന് ഇവർ ജെർമിനേറ്റ് ചെയ്തിട്ട് വല്ല കൊണീഡിയയോ അല്ലെങ്കിൽ ഡയറക്റ്റ് മൈസീലിയോ ഒക്കെ ഫോം ചെയ്യും. ഓക്കെ, അതാണ് സ്ക്ലീറോട്ടിയ എന്ന് പറയുന്നത്. സ്ക്ലീറോട്ടിയ എന്ന് പറഞ്ഞാൽ ഒരു ഈ കട്ടിയായിട്ടിരിക്കുന്ന ഒരു ഫംഗൽ മൈസീലിയൽ സ്ട്രക്ചറാണ് സ്ക്ലീറോട്ടിയ. ദെൻ അപ്രീസോറിയം. അപ്രീസോറിയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസ് ഒക്കെ ഉണ്ടല്ലോ, അവർ ഹോസ്റ്റ് പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരാണെങ്കിൽ ഒരു ഗ്ലോബുലാർ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ അവർ അതിൻ്റെ ആ ഒരു സെല്ലിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വിടും. ആ ഒരു സ്ട്രക്ചറിന് പേരാണ് എന്തെന്ന് പറയുന്നത് അപ്രിസോറിയം. ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് പെഗ് ലൈക്ക് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സൊക്കെ ഈ ഹോസ്റ്റിനുള്ളിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് അപ്രീസോറിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ക്ലാമ്പ് കണക്ഷൻ. എന്താണ് ക്ലാമ്പ് കണക്ഷൻ? ഈ മൈസീലിയയുടെ ഗ്രോത്തിൻ്റെ സമയത്ത് ഈ പ്രധാനമായിട്ടും ഈ ബെസിഡിയോമൈസറ്റ്സിനകത്തൊക്കെ അവയുടെ മൈസീലിയ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ ഡൈകാരിയോട്ടൈസേഷൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. അങ്ങനെയുള്ള ഈ സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് അല്ലെങ്കിൽ മദർ സെല്ലിലേക്ക് ഈ ന്യൂക്ലിയസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തുവഴിയാണ്? ഒരു ക്ലാമ്പ് കൂടി, ഒരു ഔട്ട് ഗ്രോത്തിൽ കൂടിയാണ്, ഒരു ഹുക്ക് ലൈക്ക് സ്ട്രക്ചറിൽ കൂടിയാണ് ഈ പറയുന്ന ന്യൂക്ലിയസ് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത് ഇപ്പുറത്തെ സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ടൊക്കെ. ആ ഒരു ഹുക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ക്ലാമ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ബെസിഡിയോമൈസറ്റ്സിനകത്തൊക്കെയാണ് ഇങ്ങനത്തെ ക്ലാമ്പ് കണക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഗ്രോവിങ് ആയിട്ടുള്ള മൈസീലിയയിലാണ് ഇത് കാണപ്പെടുന്നത്. ദെൻ ഡോളിപ്പോർ സെപ്റ്റ. ഇതും ഈ പറഞ്ഞ പോലെ ബെസിഡിയോമൈക്കോട്ടിനയിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഡോളിപ്പോർ സെപ്റ്റ. സാധാരണ സെപ്റ്റ നമുക്കറിയാം 2 സെൽസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബോളാണ് സെപ്റ്റ എന്ന് പറയുന്നത്. ഈ ഡോളിപ്പോർ സെപ്റ്റ എന്ന് പറഞ്ഞാൽ അവയ്ക്കൊരു സ്പെഷ്യൽ സംഭവമുണ്ട്. അവയുടെ ആ സെപ്റ്റ എന്ന് പറയുന്നത് 2 ബ്രാക്കറ്റ് പോലെ ഇരിക്കും. അവയുടെ അതിനിടയ്ക്കൂടെയാണ് ആ ഒരു സെപ്റ്റൽ പോറ് പോകുന്നത്. ആ സ്പോറിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരു ഓവർ ആർച്ച്ഡ് ക്യാപ്പ് പോലെ കാണപ്പെടുന്നു. അതിനെ പരന്തിസോം എന്ന് പറയുന്നു. പിന്നെ 2 സ്വെല്ലിംഗ് ഉണ്ട്, അതിന് പോർ സ്വെല്ലിംഗ് എന്നൊക്കെയാണ് പറയുന്നത്.
അങ്ങനെയുള്ള ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സെപ്റ്റ ബസിഡിയോമൈക്കോട്ടിനയിലാണ് കാണപ്പെടുന്നത്. അതിനെയാണ് ഡോളിപ്പോസ് സെപ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ താങ്ക് യു സോ മച്ച്. ഇനി കൂടുതൽ വീഡിയോസ് ഞാൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.